പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. വടകര നിയോജക മണ്ഡലം നമുക്ക് നിസ്സംശയം പറയാം ശക്തമായ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, ആർക്കും സംശയം ഉണ്ടാകാനുള്ള സാധ്യതയില്ല, പണ്ട് മുതലേ കേൾക്കുന്നതാണ്. പക്ഷേ ഈ കോട്ട ഒരു പ്രത്യേകതരം കോട്ടയാണ്. ഇവിടെ UDF മാത്രം വിജയിപ്പിച്ചു വിടുന്ന ഒരു പ്രത്യേകതരം ഇടതുപക്ഷ കോട്ടയായി മാറിക്കഴിഞ്ഞു. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് മനസ്സിലായി കാണില്ല, പക്ഷേ അണികൾക്കറിയാം. കാരണം ഈ വടകര നിയോജക മണ്ഡലത്തിൽ മാർക്സിസ്റ്റുകാർ കുറഞ്ഞത് കൊണ്ടല്ല, പക്ഷേ അണികളായ ആൾക്കാർ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ് UDF ജയിപ്പിച്ചു വിടുന്നതെന്ന് നമുക്ക് ആലോചിച്ചാലും കണക്കെടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും. കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ, അവരുടെ വ്യതിചലനം, മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം എന്ന് പറഞ്ഞാൽ അതിനൊരു സ്പീഡ് കുറവുണ്ട്, പക്ഷേ വ്യതിചലനമല്ല, ഓട്ടം, മൂല്യങ്ങളിൽ നിന്നുള്ള അവരുടെ ഓട്ടം. എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം, അവരുടെ അഴിമതികൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ആക്രമണങ്ങൾ, നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കുറ്റങ്ങൾ, ക്രിമിനൽ കുറ്റങ്ങൾ, ഇതൊക്കെ കണ്ട് മടുത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ മസ്തിഷ്കം മരവിക്കാത്ത അല്ലെങ്കിൽ അടിമപ്പെടുത്താത്ത സാധാരണക്കാരാണ് UDF ജയിപ്പിച്ചു വിടുന്നത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അണികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് മക്കളെ, മാർക്സിസ്റ്റുകാർക്കാർ പ്രത്യേകം പറയുന്നു, നമ്മൾ ഈ തരത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ വ്യതിചലനം, അപകടകരമായ പോക്ക് നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിയുടെ ചട്ടവട്ടങ്ങളിൽ നിന്ന് അകന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വീക്ഷിക്കുന്നുണ്ട്, പക്ഷേ വോട്ട് ചെയ്യാൻ പറ്റും. വോട്ട് ചെയ്ത് നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കണം, ഇത്തരത്തിൽ നീങ്ങിയാൽ ഇതായിരിക്കും അവസ്ഥ. നന്നാവട്ടെ, പാർട്ടി നന്നാവട്ടെ.